വിഷ്ണുമൂർത്തി തെയ്യം. ഭൂമിയിൽ അധർമ്മങ്ങൾ വിളയാടുമ്പോൾ അവയെ ഇല്ലാതാക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി ഭഗവാൻ വിഷ്ണു ഓരോ യുഗത്തിലും അവതാരങ്ങൾ കൈക്കൊള്ളുന്നു. സത്യയുഗത്തിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നീ അവതാരങ്ങളായും, ത്രേതായുഗത്തിൽ വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ എന്നീ അവതാരങ്ങളായും, ദ്വാപരയുഗത്തിൽ ബലരാമൻ, ശ്രീകൃഷ്ണൻ എന്നീ അവതാരങ്ങളായും, കലിയുഗത്തിൽ കൽക്കി എന്ന അവതാരമായും മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ അറിയപ്പെടുന്നു. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ 4ാം അവതാരമായ നരസിംഹത്തിന്റെ പ്രതീകമാണ് വിഷ്ണുമൂർത്തി. തന്റെ സഹോദരനായ ഹിരണ്യാക്ഷന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഹിരണ്യകശിപുവിന് വരങ്ങൾ നൽകി. മനുഷ്യനാലും മൃഗത്താലും രാത്രിയും പകലും ആകാശത്ത് വെച്ചും ഭൂമിയിൽ വെച്ചും ആയുധങ്ങൾ കൊണ്ടും താൻ വധിക്കപ്പെടരുത് എന്നതായിരുന്നു അദ്ദേഹം നേടിയ വരം. വരബലത്തിൽ അഹങ്കാരിയായി തീർന്ന ഹിരണ്യകശിപു 3 ലോകങ്ങളും കീഴടക്കി അധർമ്മിയായി വാണു. ഈ ലോകത്ത് ആരും നാരായണ നാമം ജപിക്കരുത് എന്ന് ഹിരണ്യകശിപു ഉത്തരവിട്ടു. എന്നാൽ പുത്രനായ പ്രഹ്ലാദനാകട്ടെ ഇതിൽ നിന്നെല്ലാം വേറിട്ട് മഹാവിഷ്ണു ഭക്തിയിൽ മുഴുകിയിരുന്നു. ഇതിൽ കുപിതനായ ഹിരണ്യകശിപു മകനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാ അപകടങ്ങളിൽ നിന്നും മഹാവിഷ്ണു പ്രഹ്ലാദനെ സംരക്ഷിച്ചു. ഈ ലോകത്ത് എവിടെയാണ് നിന്റെ നാരായണൻ എന്ന് പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ആക്രോശിച്ചു. തൂണിലും തുരുമ്പിലും ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ വസ്തുവിലും അടങ്ങിയിരിക്കുന്നതാണ് തന്റെ നാരായണൻ എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഇതിൽ ക്രുദ്ധനായ ഹിരണ്യകശിപു ഒരു സ്തംഭം ചൂണ്ടിക്കാട്ടി ഇതിലുണ്ടോ നിന്റെ നാരായണൻ എന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു. എന്നാൽ നിറഞ്ഞ ഭക്തിയോടെ പ്രഹ്ലാദൻ ഉണ്ട് എന്ന് ഉത്തരം നൽകി. ഇത് കേട്ട് അടക്കാനാകാത്ത ക്രോധത്തോടെ ഹിരണ്യകശിപു ആ സ്തംഭത്തിൽ വാളുകൊണ്ട് ആഞ്ഞുവെട്ടി. ഉടൻ ആ സ്തംഭം പൊട്ടിപ്പിളർന്ന് ഈ ഭൂലോകം നടുങ്ങുമാറ് ഒരു ഗർജനം കേട്ടു. തല സിംഹത്തിന്റെയും ഉടൽ മനുഷ്യന്റെയും. രാത്രിയുമല്ല പകലുമല്ല ത്രിസന്ധ്യാനേരം. അകത്തുമല്ല പുറത്തുമല്ല ഉമ്മറപ്പടിയിൽ. മണ്ണിലുമല്ല വിണ്ണിലുമല്ല മടിയിൽ വെച്ച്. ആയുധം കൊണ്ടല്ല, കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട്. ദുഷ്ടനാം ഹിരണ്യകശിപുവിന്റെ ഉടൽ പിളർന്ന് ആ നരസിംഹരൂപം ചുടുരക്തം കുടിച്ചു. ഉടൻ ഭക്തനാം പ്രഹ്ലാദനെ രാജാവായി വാഴിച്ചു. നരസിംഹം എങ്ങനെ വിഷ്ണുമൂർത്തി തെയ്യമായി? ഒരിക്കൽ അന്നത്തെ നാടുവാഴിയായിരുന്ന കുരുവാട്ടുകുറുപ്പിന്റെ മരുമകൾ അവിടുത്തെ ഇടയനായ കണ്ണനുമായി പ്രണയത്തിലാകുന്നു. ഇത് കുരുവാട്ടുകുറുപ്പിന് മനസ്സിലാകുന്നു. ഉടൻ തന്നെ കണ്ണനെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഭയന്നുപോയ കണ്ണൻ ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് കോട്ടപ്പുറം എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അവിടുത്തെ ഒരു ഗൃഹത്തിലെ മാതാവ് കണ്ണനെ സ്വീകരിച്ച് സ്വന്തം മകനെ പോലെ വളർത്തുന്നു. ആ ഗൃഹത്തിൽ നിത്യവും പൂജയുള്ള ഒരു നരസിംഹ പ്രതിഷ്ഠയുണ്ടായിരുന്നു. നിത്യപൂജകൾക്കായി ആ മാതാവ് കണ്ണനെ ചുമതലപ്പെടുത്തുന്നു. നരസിംഹമൂർത്തിയുടെ പ്രധാന വഴിപാടായിരുന്നു പാൽപായസം. ഒരിക്കൽ പാൽപായസത്തിനായുള്ള പാല് എന്തായി കണ്ണ എന്ന് മാതാവ് വിളിച്ചു ചോദിച്ചു. അത് കണ്ണൻ കേട്ടത് പാലന്തായി കണ്ണ എന്നാണ്. അങ്ങനെ കണ്ണന് പാലന്തായി കണ്ണൻ എന്ന പേര് സിദ്ധിച്ചു. വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണന് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെത്തി. കണ്ണൻ തിരിച്ചു വന്നു എന്നറിഞ്ഞ കുരുവാട്ടുകുറുപ്പ് ഒരു കദളിക്കുളത്തിന്റെ കൽപ്പടവിൽ വെച്ച് പാലന്തായി കണ്ണനെ നിഷ്കരുണം കൊല ചെയ്യുന്നു. പക്ഷേ നാട്ടിലേക്ക് പുറപ്പെട്ട കണ്ണനോടൊപ്പം ആ നരസിംഹത്തിന്റെ ചൈതന്യവും കൂടെ എഴുന്നള്ളിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം കുറുവാട്ടുകുറുപ്പിന്റെ തറവാട്ടിൽ അനർത്ഥങ്ങൾ കാണാൻ തുടങ്ങി. കൂടാതെ കുറുവാട്ടുകുറുപ്പിന്റെ തറവാട് നശിക്കുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി അദ്ദേഹം പെരുമലയനെ അഭയം പ്രാപിച്ചു. എന്നാൽ പെരുമലയൻ പറഞ്ഞത് ഇപ്രകാരം: കണ്ണന്റെ കൂടെ എഴുന്നള്ളിയിരിക്കുന്നത് സാക്ഷാൽ നരസിംഹമൂർത്തിയാണ്. ആ നരസിംഹമൂർത്തി ഇപ്പോൾ വളരെ കോപാകുലനാണ്. അദ്ദേഹത്തെ ശാന്തമാക്കി നരസിംഹമൂർത്തിയെ വിഷ്ണുമൂർത്തി എന്ന പേരിൽ ഒരു തെയ്യക്കോലം നൽകി ആരാധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്രകാരം കുറുവാട്ടുകുറുപ്പ് പാലന്തായി കണ്ണനിൽ ആവേശിച്ച നരസിംഹമൂർത്തിയെ വിഷ്ണുമൂർത്തി എന്ന പേരിൽ തെയ്യക്കോലം കിട്ടി ആരാധിക്കാൻ തുടങ്ങി.